So let's start video 3. Question number 16. Question number 16 la, I've given the title as FIFO method. There are two methods for this. നിങ്ങളത് ആലോചിച്ചധികം പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്തത് മനസ്സിലായിട്ടുള്ളവർ അതേ രീതിയിൽ ചെയ്താലും മതി. There is nothing wrong. കഴിഞ്ഞ രീതിയിൽ ചെയ്തതാണെങ്കിൽ I'll give you the details of the question. Question 16 എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ you can see unit. I'll go to the slide. Okay. Wait. Right. So question number 16. Unit started in production is given as 80,000. തുടക്കത്തിൽ ഉണ്ടായിരുന്നത് 80,000 ആണ് തുടങ്ങിയത്. ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓപ്പണിംഗ് ഇൻവെന്ററി 6,000, ക്ലോസിംഗ് ഇൻവെന്ററി 8,000. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടില്ല. ഓക്കെ. സോ സ്റ്റാർട്ടഡ് എത്രയാണോ അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ്ഡ് കിട്ടി എന്നാണല്ലോ നമ്മൾ ഇതുവരെ ചെയ്തത് അല്ലേ. സോ വാട്ട് എവർ ഇസ് സ്റ്റാർട്ടഡ് ഇസ് 80,000 മൈനസ് യുവർ ക്ലോസിംഗ് നമ്പർ ഇസ് 8,000 എന്ന് പറയുമ്പോൾ അത് എത്രയായി? 72,000 ആയി. ഓക്കെ, ദാറ്റ് ഇസ് ഫിനിഷ്ഡ്. അതിൻ്റെ കൂടെ എന്താ ആഡ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ്? 6,000. 80% കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്രയും കൂടെ ഇനി വേണം? 20% കംപ്ലീറ്റ് ചെയ്യണം ഓപ്പണിംഗ് ഇൻവെന്ററിയിൽ. അപ്പോൾ 6,000 ഇൻറ്റു 20%. 6,000 ഇൻറ്റു 20% എന്ന് പറയുന്നത് 1,200 വരും. ഓക്കെ, സോ നമ്പർ ടു ബി ടേക്കൺ ഇസ് 1,200. ഇനി തേർഡ് ഇസ് എ ക്ലോസിംഗ് ഇൻവെന്ററി. ക്ലോസിംഗ് ഇൻവെന്ററി എത്ര? 8,000 യൂണിറ്റ്സ് ആയിരുന്നു. 60% കംപ്ലീറ്റഡ്. സോ 8,000 ഇൻറ്റു 60% എന്ന് പറയുന്നത് 8,000ന്റെ 60% 4,800. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 78,000 വരും. ഓക്കെ, 72 പ്ലസ് 6,000 78,000. ദിസ് ഇസ് ദ നോർമൽ നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന മെത്തേഡ്. ഇതിൽ ലിഫോ മെത്തേഡ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ, സ്പെസിഫിക് ആയിട്ട് ലിഫോ മെത്തേഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഹൗ യു ഡു ഇറ്റ്. Okay. Now let's look into FIFO method. Unit started in production. എത്രയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? 80,000 യൂണിറ്റ് ആയിരുന്നു. So you take it as such. നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്തോ അത് എടുക്കുക. അതിൻ്റെ കൂടെ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യുക. ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. എത്രയാണ്? 6,000ന്റെ 20% 1,200. അപ്പോൾ 81,200 ആയി. അതാണ് റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദിസ് ഇസ് 81,200. എങ്ങനെ കിട്ടി? യൂണിറ്റ് സ്റ്റാർട്ടഡ് ഇൻ പ്രൊഡക്ഷൻ, കംപ്ലീറ്റഡ് അല്ല, യൂണിറ്റ് സ്റ്റാർട്ടഡ് ഇൻ പ്രൊഡക്ഷൻ ആണ്. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് സ്റ്റാർട്ടഡ് ഇൻ പ്രൊഡക്ഷൻ എത്ര വന്നു? 80,000 തുടങ്ങിയത്. അതിൻ്റെ കൂടെ കഴിഞ്ഞതിൻ്റെ ബാക്കി, കഴിഞ്ഞ വർഷത്തെ ബാക്കി എത്രയാണ്? കഴിഞ്ഞ വർഷത്തെ ബാക്കി എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ 6,000 ഇൻറ്റു 20% 1,200. പുട്ട് ടുഗദർ ഇസ് 81,200. അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 60% നമ്മളിപ്പോൾ ചെയ്തു, 60 ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ചെയ്യാനുള്ളത് കുറയ്ക്കുക. നമ്മൾ നോർമലി എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ചെയ്തത് കൂട്ടുമായിരുന്നു. 60% എന്ന് പറഞ്ഞാൽ 60% ആഡ് ചെയ്യുമായിരുന്നു. ഇവിടെ ചെയ്യാനുള്ളത് കുറയ്ക്കുക. അപ്പോൾ 8,000ന്റെ 40% 3,200 എന്ന് വന്നു. അത് കുറച്ചു കഴിഞ്ഞാൽ എന്താ? 81,200ൽ നിന്നും 3,200 കുറച്ചാൽ 78,000. ഇത് തന്നെയായിരുന്നു നമുക്ക് അപ്പുറയും കിട്ടിയത് ഉത്തരം നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡിലും. സോ ഫിഫോ മെത്തേഡിൽ പറയുന്നത് യുവർ പ്രൊഡക്ഷൻ എത്രയാണോ സ്റ്റാർട്ട് ചെയ്തത്, ഓക്കെ, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇല്ലേ, ആ ലോജിക്കാണ് ഫിഫോയിൽ വരിക. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പെർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്, അതേ ലോജിക്കാണ് ഇവിടെ വരുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കുന്നത് ഏതാണ്? ഇനി എത്ര ഈ വർഷം ചെയ്തു? 6,000ന്റെ 20%, പഴയ പോലെ തന്നെ. അതിൻ്റെ കൂടെ നമ്മൾ ഇപ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആഡ് ചെയ്തു. എത്രയാണ്? 80,000. അതിൽ നിന്നും ക്ലോസിങ്ങിൽ ചെയ്യാൻ മിച്ചമുള്ളതേ കുറയ്ക്കുന്നുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെയ്തത് അവിടെ വന്നു കഴിഞ്ഞു. സോ 8,000ന്റെ 40% ആണ് ചെയ്യാനുള്ളത്. അത് കുറയ്ക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്നതായിരിക്കും യുവർ ഈക്വലന്റ് നമ്പർ ഓഫ് യൂണിറ്റ്. Okay, that is question number 16. If you have any doubts in the time you can ask. I'll try to clarify. Now question number 17.
Question number 17 നോക്കുക. Again, please take your time to read the question. Question വായിച്ചിട്ടേ ഇത് കേൾക്കാവൂ. Question number 17. It is mentioned input is 6,000 units, output is 5,000 units, closing work in progress is 1,000 units. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. ഇൻപുട്ട് എത്രയാണ്? 6000 യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, 5000 യൂണിറ്റ് കംപ്ലീറ്റ് ആയി, 1000 യൂണിറ്റ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്. എന്നിട്ടപ്പോൾ ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ വരണം അല്ലേ? ഇവിടെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ പറഞ്ഞിരിക്കുന്നത് ഇച്ചിരി വ്യത്യാസമായിട്ടാണ്. നമുക്ക് ഇതുവരെ നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോക്കിയേ 60% കംപ്ലീറ്റഡ് എന്ന് പറയുമ്പോൾ എല്ലാ പ്രൊഡക്ഷൻ്റെ കോസ്റ്റും 60% കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അല്ല മെറ്റീരിയൽ ഇത്ര, ലേബർ ഇത്ര, ഓവർഹെഡ് ഇത്ര സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ലായിരുന്നു. സോ യു ടുക്ക് 60% ഫോർ ദ ഹോൾ യൂണിറ്റ്. ഇവിടെ നമ്മളോട് ഇച്ചിരി വ്യത്യാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദേ ഹാവ് മെൻഷൻ മെറ്റീരിയൽ, and zooming in, material they have mentioned it as 80% complete, labor it is 70% complete, overhead it is only 60% complete. ഇതെല്ലാം ഓർക്കുക. ഈ 6000-നോ 5000-നോ അല്ല, ഏതിനേ ഉള്ളൂ? 1000-നേ ഉള്ളൂ. 6000-ൽ 5000 മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള 1000-ന്റെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 1000-ന്റെ മെറ്റീരിയൽ 80%, ലേബർ 70%, ഓവർഹെഡ് 60%. ഇത് വെച്ചുകൊണ്ട് നമ്മളോട് ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ഈക്വലന്റ് പ്രൊഡക്ഷൻ അസ്യൂമിങ് ദാറ്റ് ദർ ഇസ് നോ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് പ്രോസസ് ലോസ്. ലോസും ഇല്ല, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസും ഇല്ല എന്നുള്ള അസംഷനിൽ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. സോ അതിനെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ഇങ്ങനെ വേണം അത് ചെയ്യാൻ. ഇത് കോളംസ് ഒക്കെ വരച്ചോണം. ഓക്കെ, ടോട്ടൽ ഇസ് ദ ഫസ്റ്റ് കോളം. ടോട്ടൽ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റിയാണ്. ദെൻ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് ഓരോന്നിനും വേറെ വേറെ ചെയ്യണം. ഇങ്ങനെ വേറെ വേറെ എഴുതാനുള്ള റീസൺ നമുക്ക് ഓരോന്നിനും വേറെ വേറെ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ തന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനി 6000 യൂണിറ്റ് നമ്മളോട് പറഞ്ഞിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നു. അതിൽ 5000 കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. 5000 കംപ്ലീറ്റ് ആയെന്ന് പറയുമ്പോൾ മെറ്റീരിയലിലും 5000 കംപ്ലീറ്റ് ആയി, ലേബറിലും 5000 കംപ്ലീറ്റ് ആയി, ഓവർഹെഡിലും 5000 കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ ആദ്യം അതാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഫിനിഷ് ദി യൂണിറ്റ് ദാറ്റ് ഇസ് 100%. ഏതൊക്കെയാണ്? ടോട്ടൽ എത്ര? 5000 യൂണിറ്റ്. മെറ്റീരിയലിനും 5000 എടുക്കാം, ലേബറിനും എടുക്കാം, ഓവർഹെഡിനും എടുക്കാം, കാരണം അത് മുഴുവനായിട്ടും പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയതാണ്. ഇനി വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്ന ഏതിനാണ്? വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്ന 1000 യൂണിറ്റിനാണ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. അത് മെറ്റീരിയൽ 80% കംപ്ലീറ്റ് ആയെന്നാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പോൾ 1000 × 80, അതാണ് ഈ 800. 80% കേട്ടോ. 1000 × 80%. ദെൻ 1000 × 70%, അതാണ് അവിടുത്തെ 700. 1000 × 60% ഓവർഹെഡിന്റെ പെർസെൻറ്റേജ് കംപ്ലീഷൻ, അതാണ് 600. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. ഇത് രണ്ടിൻ്റെയും കൂടെ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ഈക്വലന്റ് യൂണിറ്റ് ഫോർ മെറ്റീരിയലായി, ദിസ് ഇസ് ഈക്വലന്റ് യൂണിറ്റ് ഫോർ ലേബർ, ദിസ് ഇസ് ഈക്വലന്റ് യൂണിറ്റ് ഫോർ ഓവർഹെഡ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ പ്രോബ്ലംസ് ആണ് ഈക്വലന്റിൽ. Quickly moving on to the 18th one. Question number 18. Let's go back to the question. At the end of the accounting period, 1000 units were incomplete and the degree of completion was material 100%, labor 80%, overhead 30%. Calculate equivalent units of closing work in progress. ഇവിടെ നേരത്തെ നമുക്ക് 6000, 5000, 1000 ആയിരുന്നു. ഇവിടെ ഏത് മാത്രമേ ഉള്ളൂ? അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് പീരീഡ് 1000 യൂണിറ്റ്സ് വെർ ഇൻകംപ്ലീറ്റ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിൽ ഡിഗ്രി ഓഫ് കംപ്ലീഷൻ പറഞ്ഞിരിക്കുന്നു. മെറ്റീരിയൽ 100%, ലേബർ 80%, ഓവർഹെഡ് 30%. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. വളരെ സിമ്പിളാണ്. മെറ്റീരിയലിൻ്റെ എടുക്കുന്നത് എങ്ങനെയാണ്? 1000 യൂണിറ്റിൻ്റെ 100% എന്ന് പറയുമ്പോൾ 1000 ഈക്വലന്റ് യൂണിറ്റ്സ് ആയി. ലേബറിൻ്റെ 1000 × 80% എന്ന് പറയുമ്പോൾ 800 യൂണിറ്റ്സ് ആയി. ഓവർഹെഡിൻ്റെ 1000 × 30%, that will be 300 units. That's all. That is your calculation for question number 18. And finally, we have one more problem. That is question number 19. So I'll go to question number 19 first. Clear ചെയ്തേക്കാം.
where is the question? Okay, I don't have the question. Okay, let me see whether I can take a picture out of this. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ആ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഓക്കെ, എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇതിന് മുമ്പിലത്തെ 17ാമത്തെ ചോദ്യത്തിൽ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ടായിരുന്നു, കംപ്ലീറ്റഡ് ഉണ്ടായിരുന്നു, ക്ലോസിംഗ് വർക്കിംഗ് ഉണ്ടായിരുന്നു. 18ാമത്തെ പ്രോബ്ലത്തിൽ ക്ലോസിംഗ് മാത്രമേ ഉള്ളായിരുന്നു. 19ാമത്തെ പ്രോബ്ലത്തിൽ ഓപ്പണിംഗും ഉണ്ട്, കംപ്ലീറ്റഡും ഉണ്ട്, ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ഉണ്ട്. അതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് അവിടെ തന്നിരിക്കുന്നു 4000 യൂണിറ്റ്. മെറ്റീരിയലിൻ്റെയും ലേബറിൻ്റെയും ഓവർഹെഡ്സിൻ്റെയും പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ പറയുന്നുണ്ട്. നമുക്കറിയാം ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ഇവിടെ തന്നിരിക്കുന്നത്, നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, 80% ആണ് കംപ്ലീഷൻ പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയലിൽ. ഓക്കെ, ഐ എം ടോക്കിംഗ് അബൌട്ട് മെറ്റീരിയൽ. അതിൽ ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിന് പറഞ്ഞിരിക്കുന്നത് 80% കംപ്ലീറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 80% കംപ്ലീറ്റഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഏതാ, എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ അതാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് യുവർ 20%. അപ്പോൾ 4000ന്റെ 20%, 4000 ഇൻറ്റു 20%, അതാണ് ഇവിടെ വന്നിരിക്കുന്നത് 800. whatever is the percentage should be completed, അത് വെച്ച് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ദെൻ ലേബർ എന്ന് പറഞ്ഞിരിക്കുന്നു 60% കംപ്ലീറ്റഡ്. അപ്പോൾ എത്ര കംപ്ലീറ്റ് ചെയ്യാനുണ്ട്? 40 ഉണ്ട്. 40 ഇൻറ്റു 4000, അതാണ് 1600 വന്നിരിക്കുന്നത്. സെയിം ഇസ് ദ പെർസെൻറ്റേജ് ഫോർ ഓവർഹെഡ്. ഓവർഹെഡിനും 60% കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ 40 കംപ്ലീറ്റ് ആകാനുണ്ട്. 40 ഇൻറ്റു 4000 എത്ര വന്നു? 1600. ഓക്കെ, so I'm going to clear all this. Then units started and completed. നമ്മളിവിടെ എടുക്കേണ്ടത് യൂണിറ്റ്സ് അവിടെ ഇൻട്രൊഡ്യൂസ് എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത്. 8000 യൂണിറ്റ് വന്നിട്ടുണ്ട്, യൂണിറ്റ്സ് ഇൻട്രൊഡ്യൂസ്ഡ്. ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 3000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ പഠിച്ചാണ് 3 സ്റ്റെപ്പുകളിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? യൂണിറ്റ് സ്റ്റാർട്ടഡ് മൈനസ് ക്ലോസിംഗ് യൂണിറ്റ്. അതാണ് നമ്മൾ യൂണിറ്റ് കംപ്ലീറ്റഡ് ആയിട്ട് എടുക്കുക. അപ്പം 8000 മൈനസ് 3000, അതാണ് ഈ പറയുന്ന 5000. ഓക്കെ, റൈറ്റ്. സോ 5000 കംപ്ലീറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എല്ലാം 100% ആയിരിക്കും. വാല്യൂ അത് തന്നെ ആയിരിക്കും, 5000, 5000, 5000. അതിൽ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ക്ലോസിംഗിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന 3000 യൂണിറ്റ്സ് ഉണ്ട് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. ഡിഗ്രി ഓഫ് കംപ്ലീഷൻ മെറ്റീരിയലിന് 80%, ലേബറിന് 60%, ഓവർഹെഡ്സിന് 50%. ആ പെർസെൻറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3000 ഇൻറ്റു 80, 3000 ഇൻറ്റു 60, എഗെയിൻ 3000 ഇൻറ്റു 60. അതാണ് ഈ കിട്ടിയിരിക്കുന്നത് 1800, 1800, 2400 എന്ന് പറയുന്ന വാല്യൂസ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് യുവർ ഈക്വലന്റ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ 800, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതാണ് ഈ 8200 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ. Okay, I think that basically concludes your equivalent units of production. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ please feel free to post your doubt. I'll be quite happy to answer it, and all the best for the exams.